കണ്ണൂർ ജില്ലയിൽ മിക്ക പുഴകളും നിറഞ്ഞൊഴുകുകയാണ്. ജില്ലയിൽ 12 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇരിട്ടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതയിടത്താണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. മിഥുനെ, അവിടെയും മുട്ടറ്റം അല്ലെങ്കിൽ അതിന് മുകളിൽ വെള്ളം ഉണ്ട്. എന്താണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ആശങ്കാജനകമാണോ നിലവിലെ അവിടുത്തെ അവസ്ഥ? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീകണ്ഠാപുരം നഗരത്തിലാണ്. എനിക്ക് 2018-19 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഒരു നഗരം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയൊരു സാഹചര്യം നമ്മൾ കണ്ടത്. അതിനുശേഷം ഇന്നത്തെ വീണ്ടും ഈ ശ്രീകണ്ഠാപുരം നഗരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം. ഈ പ്രദേശത്ത് പൂർണ്ണമായും ഒരു ഭാഗം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നിരവധി കടകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 2018-19 കാലഘട്ടത്തിലാണ് ഇതിന് മുൻപ് ഇങ്ങനെയൊരു വെള്ളക്കെട്ട് ഇവിടെ കണ്ടത്. ഈ ശ്രീകണ്ഠാപുരം നഗരത്തിന് തൊട്ടടുത്തൊരു പുഴയാണ്. ആ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ നഗരത്തിലേക്ക് വെള്ളം കയറാനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ എമ്പാടും വലിയ തോതിലുള്ള മഴക്കെടുതി തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടിരുന്നു. രണ്ടുപേരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മാത്രമല്ല, പലയിടത്ത് ഏതാണ്ട് 13 ദുരിതാശ്വാസ ക്യാമ്പുകളായി ഏതാണ്ട് 571 പേരെയാണ് നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മലയോര മേഖലയിലാണ് ഈ ഒരു മഴക്കെടുതി ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇരിട്ടി, അയ്യങ്കുന്ന് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മഴക്കെടുതി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഏതാണ്ട് 330 മില്ലിമീറ്റർ മഴയാണ് ഈ ഒരു ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ ഈ ഒരു മേഖലയിൽ, മലയോര മേഖലയിൽ മാത്രം ഉണ്ടായതെന്ന് കൂടി എടുത്തു പറയണം. അപ്പോൾ എത്രത്തോളം തീവ്രമായ ഒരു മഴയാണ് ഉണ്ടായെന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഉദയഗിരി എന്ന് പറയുന്ന മലയോര മേഖലയിലൊക്കെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ആ മേഖല ഒരു ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ചില മേഖലകളിലെങ്കിലും ഈ മഴക്കെടുതി ഒരു രൂക്ഷമായി ബാധിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും വലിയ തോതിലുള്ള വെള്ളക്കെട്ട്, പല വീടുകളും മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലെ 571 പേരെയാണ് നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പുഴയോരത്ത് താമസിക്കുന്ന ഭൂരിഭാഗം പുഴകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുഴയോരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അശ്വതി, മിഥുൻ, മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ. ഈ കണ്ണൂരിൽ 2018 സമാനമായ രീതിയിൽ വെള്ളം കയറുന്നു എന്നാണ്. അപ്പോൾ ഈ ഏകോപനം കുഴപ്പത്തിലായതാണോ? അതായത് മഴ മുന്നൊരുക്കങ്ങളിൽ ഭരണകൂടം കൃത്യത പാലിച്ചില്ലെന്ന് വേണോ മനസ്സിലാക്കാൻ? ഈ ആൾക്കാരെന്താണ് പറയുന്നത്? ഈ ദുരിതം അനുഭവിക്കുന്നവർ എന്താണ് പറയുന്നത്? തീർച്ചയായും നമുക്ക് ഈ ജില്ലാ ഭരണകൂടം അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് ഇന്നലെ രാവിലെയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ സ്കൂളുകൾ അവധിയാണെന്നൊരു വിവരമൊക്കെ അറിയിപ്പ്, അതായത് മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളൊക്കെ പോയതിന് ശേഷമാണ് നമുക്ക് അത്തരം ഒരു അറിയിപ്പ് ലഭിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. ഏകോപനത്തിന് അതിനുശേഷം വളരെ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. കാരണം അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നു, അത്തരത്തിൽ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ടോ ചോദിച്ചോ. ചേട്ടാ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്? 2018 ശേഷം പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രേ ഉള്ളൂ. ഇവിടെ മറ്റ് ആളുകൾക്ക് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ ഒരുപാട് കടകളൊക്കെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ യാത്രകളിലും മുടങ്ങിയിട്ടുള്ള ബസ് യാത്രയൊന്നുമില്ല. അങ്ങനെയല്ല ഇപ്പോൾ മേഖല ഒരു ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയല്ല. വരേണ്ട പല വഴികളിൽ നിന്നും വന്നു ചേരേണ്ട ഒരു സ്ഥലം കൂടിയാണല്ലേ? അതെ, എല്ലാ മേഖലയിൽ നിന്ന് ടോണായിട്ട് ഇവിടെ ബന്ധപ്പെട്ട ആൾ ഇവിടെ തന്നെ വരേണ്ടത്. അപ്പോൾ ഇന്ന് വാഹനമൊന്നും ഇല്ലാതെ കൊണ്ട് ആൾക്കാരും കുറവ് തന്നെയാണ്. ഇത് തന്നെയാണ്. അതായത് ഈ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്ത് നിന്ന് വന്ന് ചേരുന്നൊരു സ്ഥലമാണ്. അതായത് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ, കണ്ണൂർ നഗരത്തിൽ നിന്നുൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്ന്, തളിപ്പറമ്പിൽ നിന്നുൾപ്പെടെ പല ഭാഗത്തു നിന്ന് വന്ന് ചേരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ നഗരമാണ് ഇത്തരത്തിൽ വെള്ളം മുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്കുള്ള അതായത് ഗതാഗതം മുഴുവൻ തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.
നേരത്തെ കൃഷ്ണ ചോദിച്ച പോലെ ഈ ഏകോപനത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ പിഴവുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ഉണർന്നു പ്രവർത്തിച്ചു. പരാതികൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയോര മേഖലയിൽ നിന്ന് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ വെള്ളം കയറി പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതേസമയം രണ്ടുപേരെയാണ് ഇന്നലെ കാണാതായതും. ഈ പുളിങ്ങോം ഭാഗത്ത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ രക്ഷാപ്രവർത്തകനാണ് ഒഴുക്കിൽപ്പെട്ടത്. രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പേരാവൂർ ഭാഗത്ത് ഈ പുഴയിൽ ഇറങ്ങി തേങ്ങ വറുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ഹനീഫയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇരുവർക്കുമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കൃഷ്ണരാജ്. ശരി.